ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെറൈറ്റി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള കപ്പപ്പുട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കപ്പപ്പുട്ട് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. കപ്പപ്പുട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കപ്പ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 2 കുറ്റി പുട്ടിന് വേണ്ടിയുള്ള കപ്പയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഈ കപ്പയെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ കപ്പയെല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി ഇത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. മാക്സിമം വെള്ളം പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം കപ്പ എടുക്കാൻ. അപ്പോൾ ദേ കപ്പയെല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കപ്പയുടെ നനവിൽ നമ്മുടെ അരിപ്പൊടി നനഞ്ഞു വന്നോളും. കണ്ടോ, ഈ ഒരു രീതിയിൽ ആക്കിയെടുക്കണം. എല്ലാ കപ്പയും കൂടെ ഒരിക്കലും കുഴഞ്ഞിരിക്കാൻ പാടില്ല. നന്നായിട്ടിങ്ങനെ വേർതിരിഞ്ഞ് വരണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇനി കുഴഞ്ഞിരിക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം. ആദ്യം കുറച്ച് തേങ്ങ ഇട്ടതിന് ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കപ്പ ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ പുട്ടുകുറ്റിയിലെ പുട്ടിന് ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ കപ്പപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ അടുത്ത പുട്ടും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കപ്പപ്പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കടലക്കറിയുടെ കൂടെ മാത്രമല്ല, മീൻകറിയുടെ കൂടെയും ചിക്കൻ കറിയുടെ കൂടെയും ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എന്നെ കമൻസിലൂടെ നിങ്ങൾ അറിയിക്കുകയും വേണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ
ബായ്.